Hello friends, welcome back to my channel Study Botany. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്ററിൻ്റെ 10th പാർട്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് എംബ്രിയോജെനസിസ്. അപ്പം ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സൊക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇതേ മുകളിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടു നോക്കുക. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, ഇതിലുള്ള 2 ഇവൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സിന് ശേഷം നടക്കുന്ന ഇവൻറ്റ്സിനെയാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ഇവൻറ്റുകളാണുള്ളത്, സൈഗോട്ട് ഫോർമേഷൻ ആൻഡ് എംബ്രിയോജെനസിസ്. അപ്പം സൈഗോട്ട് എന്താ, സൈഗോട്ടിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇവൻ്റ് ആയിട്ടുള്ള എംബ്രിയോജെനസിസ് ആണ്. അപ്പം നമുക്ക് എംബ്രിയോജെനസിസ് എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് സൈഗോട്ട് ആൻഡ് എംബ്രിയോ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം സൈഗോട്ട് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സൈഗോട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഓർഗാനിസത്തിലും ഫോം ചെയ്യുന്ന ഒരു യൂണിസെല്ലുലാർ ഡിപ്ലോയിഡ് സെല്ലാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. സോ സൈഗോട്ട് എന്ന് പറയുന്നത് എപ്പോഴും യൂണിസെല്ലുലാർ ആയിരിക്കും, അതുകൂടാതെ തന്നെ ഡിപ്ലോയിഡ് ആയിരിക്കും, ദാറ്റ് ഈസ് 2n കണ്ടീഷനിലായിരിക്കും. അപ്പം എംബ്രിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈഗോട്ടിൽ നിന്നാണ് എപ്പോഴും എംബ്രിയോ ഫോം ചെയ്യുന്നത്. ഈ എംബ്രിയോ എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആയിരിക്കും, അതുകൂടാതെ ഒന്നുകിൽ അത് ഡിപ്ലോയിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആയിരിക്കും. ഇതിൻ്റെ പ്ലോയിഡ് ഡിസൈഡ് ചെയ്യുന്നത് ഇത് ഏത് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിളാണ് ഫോളോ ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിലായിരിക്കും. ഇപ്പം ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണെങ്കിൽ എംബ്രിയോ ഹാപ്ലോയിഡ് ആയിരിക്കും, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണെങ്കിൽ എംബ്രിയോ ഡിപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എംബ്രിയോജെനസിസ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ എന്താണ് ഗാമറ്റോജെനസിസ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഫോർമേഷൻ ഓർ ഡെവലപ്മെൻറ്റ് ഓഫ് ഗാമറ്റ് ഈസ് കോൾഡ് ഗാമറ്റോജെനസിസ്. അപ്പം എംബ്രിയോജെനസിസ് എന്തായിരിക്കും? ഫോർമേഷൻ ഓർ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഈസ് കോൾഡ് എംബ്രിയോജെനസിസ്. ഈ എംബ്രിയോ എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? എംബ്രിയോ ഫോം ചെയ്യുന്നത് സൈഗോട്ടിൽ നിന്നായിരിക്കും. ദെർഫോർ എംബ്രിയോജെനസിസ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം ദി സൈഗോട്ട്. സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എംബ്രിയോജെനസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എംബ്രിയോയുടെ കുറച്ച് ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഈ സൈഗോട്ട് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ആൻഡ് എംബ്രിയോ എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. സോ ഈ സൈഗോട്ട് ഒരു എംബ്രിയോ ആയിട്ട് മാറണമെങ്കിൽ എന്തായാലും അവിടെ സെൽ ഡിവിഷൻ ഓർ മൈറ്റോസിസ് എന്ന പ്രോസസ്സ് നടക്കും. ഈ എംബ്രിയോയിൽ സെൽ ഡിവിഷൻ മാത്രമാണോ നടക്കുന്നത്? എംബ്രിയോയിൽ സെൽ ഡിവിഷൻ മാത്രമല്ല, സെൽ ഡിഫറൻഷിയേഷൻ എന്ന ഒരു പ്രോസസ്സ് കൂടി നടക്കുന്നുണ്ട്. സെൽ ഡിഫറൻഷിയേഷൻ എന്താണെന്ന് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന +1 സുവോളജി ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം സെൽ ഡിഫറൻഷിയേഷൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സെൽ ഡിഫറൻഷിയേഷൻ helps group of cells to undergo certain modifications to form specialized tissues and organs to form an organism. സെൽ ഡിവിഷനിലൂടെ ഒരുപാട് സെൽസ് മാത്രമായിരിക്കും ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കൂട്ടം സെൽസ് മാത്രമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിസം ഫോം ചെയ്യില്ല. അപ്പം അവിടെ ഡിഫറെൻറ്റ് സെൽസിൻ്റെ സ്പെഷ്യലൈസേഷൻ നടക്കണം. അവിടെ എന്താ സംഭവിക്കുന്നത്? സെയിം ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേർന്ന് ഒരു ടിഷ്യൂ ആയിട്ട് മാറുന്നു. സെയിം ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന ഡിഫറെൻറ്റ് ടിഷ്യൂസ് ചേർന്നിട്ട് ഒരു ഓർഗനായിട്ട് മാറുന്നു. ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി ഒരു ഓർഗാനിസം ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് സെൽസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് സെൽസിൽ മോഡിഫിക്കേഷൻസ് നടന്നിട്ട് സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ്, ഇതുകൂടാതെ ഈ ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ്, പിന്നീട് ഓർഗാനിസം ആയിട്ട് മാറുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് എവിടെയാണ് ഈ സൈഗോട്ടിൻ്റെ ഫെർദർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എംബ്രിയോജെനസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആനിമൽസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. ആനിമൽസിൽ ഈ സൈഗോട്ടിൻ്റെ ഫെർദർ ഡെവലപ്മെൻറ്റ് ഫീമെയിൽ ബോഡിയുടെ ഉള്ളിലാണോ പുറമേ ആണോ നടക്കുന്നത് എന്നതിൻ്റെ ബേസിൽ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതേതൊക്കെയാ? ഒവിപാരസ് and viviparous. That is, animals are categorized into oviparous and viviparous based on whether the development of zygote take place outside the body of the female parent or inside. Scientific terms use ചെയ്ത് പറയുകയാണെങ്കിൽ whether they lay fertilized or unfertilized egg or give birth
ടു യങ് വൺസ്. ഫെർട്ടിലൈസ്ഡ് അല്ലെങ്കിൽ അൺഫെർട്ടിലൈസ്ഡ് എഗ് ലേ ചെയ്യുവാണെങ്കിൽ, അതായത് മുട്ടയിടുന്ന ഓർഗാനിസം എന്നും പ്രസവിക്കുന്ന ഓർഗാനിസം എന്നും രണ്ടായിട്ട് ആനിമൽസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിലാണ്? ഈ സൈഗോട്ടിൽ നടക്കുന്ന ഫർദർ ഡെവലപ്മെന്റ്, ദാറ്റ് ഈസ് എംബ്രിയോജെനസിസ് എവിടെയാണ് നടക്കുന്നത് എന്നതിന്റെ ബേസിൽ. ആദ്യം നമുക്ക് ഒവിപാരസ് ആനിമൽസിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ദാറ്റ് ഈസ് മുട്ടയിടുന്ന ഓർഗാനിസംസ്. ഒവിപാരസ് ആനിമൽസിന് എക്സാമ്പിൾ ആണ് ബേർഡ്സ്, റെപ്റ്റൈൽസ് തുടങ്ങിയവയൊക്കെ. ഇത്തരം ഓർഗാനിസംസ് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്സ് ലേ ചെയ്യുന്നു. ഈ എഗ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ചുറ്റുമായിട്ട് ഹാർഡായിട്ടുള്ള കാൽക്കേരിയസ് ഷെൽ കാണാൻ പറ്റും. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എംബ്രിയോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്സ് ഫീമെയിൽ ഓർഗാനിസംസ് ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ലേ ചെയ്യുന്നു. ദാറ്റ് ഈസ് ലേഡ് ഇൻ എ സേഫ് പ്ലേസ് ഇൻ ദി എൻവയോൺമെന്റ്. അതിനുശേഷം ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസും ഈ എഗ്ഗിന് മുകളിൽ അടയിരിക്കുന്നത് കാണാൻ പറ്റും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ എഗ്ഗിന് ഒരു വാമായിട്ടുള്ള കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ ടൈം പീരീഡിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇൻക്യുബേഷൻ പീരീഡിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നു. ദാറ്റ് ഈസ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഇൻക്യുബേഷൻ യങ് വൺസ് ഹാച്ച് ഔട്ട്. അടുത്തതാണ് വിവിപാരസ് ആനിമൽസ്. അതിന് എക്സാമ്പിൾസ് ആണ് മെജോറിറ്റി ഓഫ് മാമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ്. നമ്മളെപ്പോലുള്ള മാമൽസിൽ മിക്കവാറും ഓർഗാനിസംസ് വിവിപാരസ് ആണ്, അതായത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഓർഗാനിസംസ് ആണ്. ഇത്തരം ഓർഗാനിസംസിൽ ഈ സൈഗോട്ടിന്റെ ഫർദർ ഡെവലപ്മെന്റ്, ദാറ്റ് ഈസ് എംബ്രിയോജെനസിസ് എന്ന പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത്? ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ ഓർഗാനിസം. ഫീമെയിൽ ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നതും എംബ്രിയോ ഫോം ചെയ്യുന്നതും ഈ എംബ്രിയോ പിന്നീട് ഒരു ഓഫ് സ്പ്രിംഗ് ആയിട്ട് മാറുന്നതും. ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത് ഒരു സർട്ടൻ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ ബോഡിയുടെ പുറത്തേക്ക് വരുന്നു. ദാറ്റ് ഈസ് ആഫ്റ്റർ അറ്റൈനിങ് എ സർട്ടൻ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ദ യങ് വൺസ് ആർ ഡെലിവേർഡ് ഔട്ട് ഓഫ് ദ ബോഡി ഓഫ് ദി ഫീമെയിൽ ഓർഗാനിസംസ്. അപ്പം പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ഒവിപാരസ് ഓർഗാനിസംസിനെക്കാളും സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുള്ളത് വിവിപാരസ് ഓർഗാനിസംസിനായിരിക്കും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ദ ചാൻസസ് ഓഫ് സർവൈവൽ ഓഫ് യങ് വൺ ഈസ് ഗ്രേറ്റർ ഇൻ വിവിപാരസ് ഓർഗാനിസംസ്. അപ്പം എൻവയോൺമെന്റിലേക്ക് റിലീസ് ചെയ്യുന്ന എഗ്സിന് കിട്ടുന്നതിലും പ്രൊട്ടക്ഷൻ ഒരു ഫീമെയിൽ ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയ്ക്ക് കിട്ടുന്നു. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ആനിമൽസിന്റെ കാര്യമാണ്. ഇനി പ്ലാന്റ്സിന്റെ കേസിൽ എന്താണ് ഈ സൈഗോട്ടിന് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കാര്യമാണ്. ദാറ്റ് ഈസ് ആൻജിയോസ്പേംസിന്റെ കാര്യമാണ്. ആൻജിയോസ്പേംസിൽ എവിടെയാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ഗൈനീഷ്യത്തിനുള്ളിലായിരിക്കും സൈഗോട്ട് ഫോം ചെയ്യുന്നത്. അതായത് ഗൈനീഷ്യത്തിനുള്ളിൽ ഇൻസൈഡ് ദി ഒവ്യൂളിനുള്ളിലാണ് സൈഗോട്ട് ഫോർമേഷൻ നടക്കുന്നത്. അപ്പം ഫെർട്ടിലൈസേഷന് ശേഷം ഫ്ലവേഴ്സിന്റെ എക്സ്റ്റേണൽ വാൾസ് ആയിട്ടുള്ള സെപ്പൽസ്, പെറ്റൽസ് ആൻഡ് സ്റ്റേമൻസ് വിതർ ചെയ്യുന്നു, പിന്നീട് കൊഴിഞ്ഞു പോകുന്നു. ദാറ്റ് ഈസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ സെപ്പൽസ്, പെറ്റൽസ് ആൻഡ് സ്റ്റേമൻസ് ഓഫ് ദ ഫ്ലവർ വിതർ ആൻഡ് ഫോൾ ഓഫ്. ഈ ഫെർട്ടിലൈസേഷന് ശേഷം ആവശ്യമുള്ള ഭാഗം എന്ന് പറയുന്നത് ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിലാണ്. പിസ്റ്റിൽ മാത്രമായിരിക്കും യൂഷ്വലി പ്ലാന്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണാൻ പറ്റുന്നത്. പിന്നീട് ഈ പിസ്റ്റിലിനുള്ളിൽ വെച്ച് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നു, ഒവ്യൂള് ഡെവലപ്പ് ചെയ്ത് സീഡായിട്ട് മാറുന്നു, ഓവറി ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ടായിട്ട് മാറുന്നു. ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് സീഡിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഫ്ലഷി ആയിട്ടുള്ള ഭാഗമാണ്. അതിന് 3 ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? എപ്പികാർപ്പ്, എൻഡോകാർപ്പ് ആൻഡ് മീസോകാർപ്പ്. ഈ 3 ലെയേഴ്സിനെയും ചേർത്ത് പറയുന്നതാണ് പെരികാർപ്പ്. ഈ പെരികാർപ്പ് യൂഷ്വലി ഒരു തിക്ക് വാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ തിക്ക് വാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? പ്രൊട്ടക്ഷന് വേണ്ടി. ദാറ്റ് ഈസ് ദ ഫ്രൂട്ട് വിച്ച് ഡെവലപ്സ് എ തിക്ക് വാൾ കോൾഡ് പെരികാർപ്പ് ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് ഇൻ ഫംഗ്ഷൻ. പിന്നീട് സീഡ് ഡിസ്പേഴ്സൽ ഓർ വിത്ത് വിതരണം എന്ന പ്രോസസ്സ് നടക്കുന്നു. ഇങ്ങനെ സോയിലിൽ വീഴുന്ന സീഡ്സ് ഫേവറബിൾ കണ്ടീഷനിൽ ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റ് അല്ലെങ്കിൽ ഓഫ് സ്പ്രിംഗ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ആഫ്റ്റർ ഡിസ്പേഴ്സൽ സീഡ്സ് ജെർമിനേറ്റ് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ ടു പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ്. അപ്പം ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ റീപ്രൊഡക്ഷൻ ഇതിലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ടോപ്പിക്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഓർത്ത് വെക്കാനുള്ളത്? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിലെ ലാസ്റ്റ് ഇവന്റ് ആയിട്ടുള്ള എംബ്രിയോജെനസിസ് ആണ്. എംബ്രിയോജെനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഫ്രം ദി സൈഗോട്ട് ഈസ് കോൾഡ് എംബ്രിയോജെനസിസ്. എംബ്രിയോജെനസിസിന്റെ സമയത്ത് സൈഗോട്ടിൽ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്: സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻഷിയേഷൻ. സെൽ ഡിവിഷനിലൂടെ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുന്നു. സെൽ ഡിഫറൻഷിയേഷനിലൂടെ ഡിഫറെൻറ്റ് സെൽസ് ചേർന്ന് ടിഷ്യൂസ് ആയിട്ട് മാറുന്നു. ഈ ടിഷ്യൂസ് ഓർഗൻ ആയിട്ട് മാറുന്നു.
പിന്നീട് ഒരു ഓർഗാനിസം ആയിട്ട് മാറുന്നു. എംബ്രിയോ എവിടെയാണ് ഫോം ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിൽ ആനിമൽസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഒവിപാരസ് ആൻഡ് വിവിപാരസ്. ഒവിപാരസ് എന്ന് പറയുന്നത് എഗ് ലേയിങ് ഓർഗാനിസംസ് ആയിരിക്കും. വിവിപാരസ് ഓർഗാനിസംസിൽ ഈ എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഫീമെയിൽ ഓർഗാനിസത്തിൻ്റെ ബോഡിയുടെ ഉള്ളിലായിരിക്കും. ഈ വിവിപാരസ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗിന് ചുറ്റുമായിട്ട് ഒരു ഹാർഡ് കവറിങ് കാണാൻ പറ്റും. അതിനെയാണ് കാൽക്കേരിയസ് ഷെൽ എന്ന് പറയുന്നത്. ഈ എഗ്ഗ് ഫീമെയിൽ ഓർഗാനിസംസ് ഒരു സേഫ് പ്ലേസിൽ ലേ ചെയ്യുന്നു. പിന്നീട് ഇൻക്യുബേഷൻ പീരീഡിന് ശേഷം ഈ എഗ്ഗ് ഹാച്ച് ചെയ്തിട്ട് ഓഫ് സ്പ്രിങ്സ് പുറത്തേക്ക് വരുന്നു. എന്നാൽ വിവിപാരസ് ഓർഗാനിസംസിൽ എഗ് പ്രൊഡക്ഷൻ എന്ന ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. ഈ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് നടക്കുന്നത് ഈ ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ടായിരിക്കും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഗ്രോത്ത് സ്റ്റേജ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ദ യങ് വൺസ് ആർ ഡെലിവേർഡ് ഔട്ട് ഓഫ് ദ ബോഡി ഓഫ് ദി ഫീമെയിൽ ഓർഗാനിസം. ഫീമെയിൽ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പം പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് വിവിപാരസ് ഓർഗാനിസംസിൽ ആയതുകൊണ്ട് തന്നെ ഫോം ചെയ്യുന്ന യങ് വൺസ് സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുള്ളത് വിവിപാരസ് ഓർഗാനിസംസിലായിരിക്കും. ഇനി പ്ലാന്റ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഈ ഫെർട്ടിലൈസേഷന് ശേഷം സെപ്പൽസ്, പെറ്റൽസ് ആൻഡ് സ്റ്റേമൻസ് ഉണങ്ങിപ്പോകുന്നു, പിന്നീട് കൊഴിഞ്ഞു പോകും. വിത ആൻഡ് ഫോൾ ഓഫ്, അതായത് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്നു. പിന്നീട് ഈ ഒവ്യൂളിനുള്ളിൽ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നു. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു, ഒവ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ട് സീഡായിട്ട് മാറുന്നു. ഈ ഒവ്യൂളിന് പുറമേ ആയിട്ടുള്ള കവറിങ്, ദാറ്റ് ഈസ് ഓവറി, ഡെവലപ്പ് ചെയ്തിട്ട് ഫ്രൂട്ടായിട്ട് മാറുന്നു. ഈ ഫ്രൂട്ടിന് 3 ലെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ 3 ലെയറിനെയും ചേർത്ത് പറയുന്നതാണ് പെരികാർപ്പ്. ഈ പെരികാർപ്പ് പ്രൊട്ടക്റ്റീവ് ഇൻ ഫങ്ഷൻ ആയിരിക്കും. അതായത് ഫോം ചെയ്യുന്ന എംബ്രിയോനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പെരികാർപ്പ് കാണാൻ പറ്റുന്നത്. പിന്നീട് ഈ വിത്ത് സോയിലിൽ വീഴുന്നു, അവിടെ വെച്ച് ഫേവറബിൾ കണ്ടീഷനിൽ ജെർമിനേഷൻ നടക്കുന്നു, പുതിയ ഒരു പ്ലാന്റ് ഫോം ചെയ്യുന്നു, ദാറ്റ് ഈസ് പുതിയൊരു ഓഫ് സ്പ്രിങ് ഫോം ചെയ്യുന്നു. ഓക്കെ, നമ്മൾ +2 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ +2 സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് +2 പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം കൂടി, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റും. ഇതുകൂടാതെ സ്റ്റഡി ബോട്ടിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹാപ്പി ടു ഹെൽപ്പ്. അപ്പോൾ സ്റ്റഡി ബോട്ടനിയുടെ ടെലഗ്രാം ചാനലും അതുപോലെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊക്കെ ജോയിൻ ചെയ്യാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.